ഹായ് ഫ്രണ്ട്സ്, PSC ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ഏപ്രിൽ 18 നടന്ന ജൂനിയർ അസിസ്റ്റന്റ്, ലോവർ ഡിവിഷൻ ക്ലർക്ക്, അതുപോലെ സീനിയർ സൂപ്രണ്ട് എന്നീ തസ്തികൾക്ക് വേണ്ടിയിട്ടുള്ള നടത്തിയ പരീക്ഷയിൽ നിന്നുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ലൈക്കാണ് വീഡിയോയ്ക്ക് റീച്ച് കൂട്ടുന്നത്, അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്ത് കണ്ടു തുടങ്ങുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് കറക്റ്റ്, അല്ലെ കറക്റ്റ് എന്നുള്ളത് നിങ്ങൾ വട്ടം വരച്ചെടുക്കുക. കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്, അല്ലേ, അത് നോക്കുക. അപ്പോൾ ടെൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ കൊടുത്തിരിക്കുന്നു ഐ ഡാഷ്, അല്ലെ, സ്റ്റേ ഹിയർ ടിൽ സൺഡേ എന്ന് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ശരിയായിട്ടുള്ള പ്രയോഗമാണ്, അല്ലേ, എങ്ങനെയാണ് അതിൽ കറക്റ്റ് ടെൻസ് ചേർത്തിട്ട് ഇത് പ്രയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഐ ഡാഷ് സ്റ്റേ, ഇത് ടെൻസ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഇവിടെ വിൽ സ്റ്റേ കൊടുത്തിട്ടുണ്ട്, വിൽ ഹാവ് സ്റ്റേഡ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ വിൽ ബി സ്റ്റേയിങ് കൊടുത്തിട്ടുണ്ട്, സ്റ്റേ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശരിയായിട്ടുള്ള പ്രയോഗം വിൽ ബി സ്റ്റേയിങ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രയോഗം, അല്ലേ. ഐ വിൽ ബി സ്റ്റേയിങ് ഹിയർ ടിൽ സൺഡേ എന്നാണ് ആ പ്രയോഗം ശരിക്ക് വരുന്നത്. അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ, ശരിയായിട്ടുള്ള ഓപ്ഷൻ അത് നമ്മൾ വരച്ചെടുക്കുക. ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ ദാറ്റ് സജസ്റ്റ് ചേഞ്ച് ഇൻ വോയിസ്, അല്ലെ, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അതാണ് യൂസ് ചെയ്യുന്നത്. ചേഞ്ച് ഇൻ വോയിസ്, ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റണം. ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കുക, പ്ലീസ് ഡ്രോ ദ ഫിഗർ എന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലെ. ഇതിനെ വോയിസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് എഴുതാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഓപ്ഷൻ എയിൽ പറയുന്നു, ഇപ്പോൾ പ്ലീസ് ഡ്രോ ദ ഫിഗർ, അതിനെ വോയിസ് ചേഞ്ച് ചെയ്യുമ്പോൾ യു ആർ ഇൻസ്ട്രക്റ്റഡ് ടു, അല്ലെ, യു ആർ ഇൻസ്ട്രക്റ്റഡ് ടു ഡ്രോ ദ ഫിഗർ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ യു ആർ റിക്വസ്റ്റഡ് ടു ഡ്രോ ദ ഫിഗർ എന്ന് കൊടുത്തിട്ടുണ്ട്. യു ആർ ഓർഡേർഡ് ടു ഡ്രോ ദ ഫിഗർ എന്ന് കൊടുത്തിട്ടുണ്ട്. യു ആർ ഇംപ്ലോർഡ് ടു ഡ്രോ ദ ഫിഗർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സെന്റൻസ്, ഇതാണ് പ്ലീസ് ഡ്രോ ദ ഫിഗർ. ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക എന്നുള്ളതാണ്, അല്ലെ. ഇതിൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. പ്ലീസ് കിടപ്പുണ്ടല്ലേ, പ്ലീസ് ഡ്രോ ദ ഫിഗർ എന്നുള്ളതാണ്. പ്ലീസ് വരുമ്പോൾ അത് റിക്വസ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ്. അവിടെ തന്നെ ഒരു ഇൻഡിക്കേറ്റർ കിടപ്പുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഓപ്ഷൻ എന്തായിട്ട് നമുക്ക് അറിയാം, പ്ലീസ് ഡ്രോ ദ ഫിഗർ. അതിന്റെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് യു ആർ റിക്വസ്റ്റഡ് ടു ഡ്രോ ദ ഫിഗർ എന്നുള്ളതാണ് ഇവിടെ അതിന് ആപ്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത 83ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ എന്നുള്ളതാണ്, അല്ലെ. ഐ ഡാഷ് വോക്ക് 10 miles വിതൗട്ട് ഗെറ്റിംഗ് ടയേർഡ് എന്നുള്ളതാണ്. ഇവിടെ മസ്റ്റ് ഉണ്ട്, ഷുഡ് ഉണ്ട്, ക്യാൻ ഉണ്ട്, വില്ലുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഇതാണ് കറക്റ്റായിട്ട് പ്രിപ്പോസിഷൻ ആ ഒരു ഇതിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഐ ഡാഷ് വാക്ക് 10 miles വിതൗട്ട് ഗെറ്റിംഗ് ടയേർഡ് എന്നുള്ളതാണ്. ഇവിടെ അതിൻ്റെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഐ ക്യാൻ എന്നുള്ളതാണ്. ഐ ക്യാൻ വാക്ക് 10 miles വിതൗട്ട് ഗെറ്റിംഗ് ടയേർഡ് എന്നാണ് ശരിയായ പ്രയോഗം. അടുത്ത 84 നോക്കുക. കംപ്ലീറ്റ് ദ ഫോളോവിങ് സെന്റൻസ് യൂസിങ് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് റെയിനിങ്, അല്ലെ, ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്, കാരണം നോട്ട് ഇവിടെ കിടപ്പുണ്ട്. അപ്പം നമുക്ക് വേണ്ട ടാഗ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം. അപ്പം നെഗറ്റീവ് ഉള്ള ടാഗ് എല്ലാം നമുക്ക് കളയാം. ഇത് നെഗറ്റീവ് ടാഗ് ആണ്, ഇത് വേണ്ട. ഇത് നെഗറ്റീവ് ടാഗ് ആണ്, ഇതും വേണ്ട. ഇനി ഇതിനകത്ത് വരാൻ സാധ്യതയുള്ളത് ഈസിറ്റ് ആണോ വില്ലിറ്റ് ആണോ എന്നുള്ളതാണ്, അല്ലെ. ഇവിടെ ഓൾറെഡി വെർബ് ഉണ്ട്. എന്താണ് വെർബ്? ഈസ് എന്നുള്ള വെർബ് കിടപ്പുണ്ട്, അല്ലെ. അപ്പൊ തന്നെ നമുക്കറിയാം ഈസ്, പിന്നെ പോസിറ്റീവ് ആണ് വേണ്ടത്, നോട്ട് വേണ്ട. അപ്പോൾ ഈസ് ചേർത്തിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ഈസ് ഇറ്റ് എന്നുള്ളതാണ് ഇവിടെ വരേണ്ടത്. 84, അല്ലെ. ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അതിന്റെ ടാഗ് വേണ്ടത് പോസിറ്റീവ് ആണ്. ഈ നോർമൽ കേസിൽ ഈ എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാതെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് എന്നുള്ളത്, അല്ലെ. ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് എന്നുള്ളത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ട പോസിറ്റീവ് ടാഗ് ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി വെർബ് കൊടുത്തിട്ടുണ്ട്, ഈസ് ആണ്. അപ്പോൾ ഈസ് ഉള്ളത് ഏതെന്ന് നോക്കുക. അപ്പോൾ ഈസ് ഉള്ളത് ഇത് രണ്ടെണ്ണമാണ് ഈസ് ഉള്ളത്, അല്ലേ. ഓക്കെ, അപ്പോൾ ഈസ്. ഇനി ഇത് സെന്റൻസ് നെഗറ്റീവ് ആണ് നമുക്ക്, പക്ഷെ ടാഗ് സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് വേണ്ട ടാഗ് പോസിറ്റീവ് ആണ്. അപ്പോൾ നോട്ടുള്ള ഓപ്ഷൻ നമുക്ക് കളയാം. കണ്ട, കളഞ്ഞു കഴിയുമ്പോഴും നമുക്ക് എന്ത് ചെയ്യും? ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ ഈ രണ്ട് രീതിയിലൂടെ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയും. അടുത്തത് 85ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. കമ്പൈൻ ദ ടു സെന്റൻസ് യൂസിങ് സ്യൂട്ടബിൾ കോറിലേറ്റീവ് കൺജങ്ഷൻ, അല്ലെ. കോറിലേറ്റീവ് കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് താഴെ തന്നിരിക്കുന്ന സെന്റൻസ് യോജിപ്പിക്കുക എന്നാണ് പറയുന്നത്. താഴെ തന്നിരിക്കുന്ന സെന്റൻസ് ഇതാണ്. എന്താണ്? ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ, അല്ലെ. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ അതൊരു സെന്റൻസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ഓർണമെന്റൽ അത് മറ്റൊരു സെന്റൻസ് ആണ്. ഈ രണ്ട് സെന്റൻസിനെ താഴെ കൊടുത്തിട്ടുള്ള കോറിലേറ്റീവ് കൺജങ്ഷനിൽ ആപ്റ്റ് ആയിട്ടുള്ളത് തിരഞ്ഞെടുത്ത് അത് ഫില്ല് ചെയ്യുക എന്നാണ്
സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന കോറിലേറ്റീവ് കൺജങ്ഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് പറയുന്ന കോറിലേറ്റീവ് കൺജങ്ഷൻ, 2 ബോത്ത് ആൻഡ്, 3 നൈദർ നോർ, പിന്നെ ഐദർ നോർ. ഇതിൽ നിന്നും ആപ്റ്റ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ഇവിടെ നമുക്കറിയാം ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ എന്നാണ്, അവിടെ ഒരു നെഗറ്റീവ് സെൻസ് അവിടെ ഉണ്ട് അല്ലെ. ഇറ്റ് ഈസ് നോട്ട് ഓർണമെന്റൽ, ആ ഒരു നെഗറ്റീവ് സെൻസ് എടുത്താൽ കൂടിയും നമുക്ക് ഓപ്ഷനിലേക്ക് കറക്റ്റ് ആയിട്ട് വരാൻ പറ്റും. നൈദർ നോർ ആണ് ഇവിടെ ചേർക്കാൻ പറ്റുന്ന കോറിലേറ്റീവ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ചൂസ് ദ സിനോണിം ആണ്, സിനോണിം ഓഫ് ദ വേർഡ് ഇറ്റാലൈസ്ഡ് അല്ലെ. ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ള വാക്കിന്റെ സിനോണിം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹി വാസ് കിൽഡ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ്, കിൽഡ് ആണ് അല്ലെ, യുദ്ധക്കളത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അയാൾ അല്ലെ. അപ്പൊ നോക്ക്, കിൽഡിന്റെ സിനോണിം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെന്നുള്ളതാണ്. കോൺഫിസ്കേറ്റ് ഉണ്ട്, സ്ലെയിൻ ഉണ്ട്, ഔട്ട്നംബേർഡ് ഉണ്ട്, ഡിഫീറ്റഡ് ഉണ്ട്. ഇതിൽ ഏതാണ് കിൽഡിന് ആപ്റ്റ് ആയിട്ടുള്ള സിനോണിം അല്ലെ, കിൽഡിന് തുല്യമായിട്ടുള്ള പര്യായം ഏതെന്ന് കണ്ടുപിടിക്കണം അല്ലെ. ഈ കോൺഫിസ്കേറ്റ് എന്ന് പറഞ്ഞാൽ അത് കണ്ടുകെട്ടുക എന്നാണ് അതിനർത്ഥം. സ്ലെയിൻ എന്ന് പറഞ്ഞാൽ വധിക്കുക, കൊല്ലുക. അതേപോലെ ഔട്ട്നംബേർഡ് എന്ന് പറഞ്ഞാൽ എണ്ണത്തിൽ കവിഞ്ഞു നിൽക്കുന്ന എന്നാണ് അർത്ഥമാക്കുന്നത്. ഡിഫീറ്റഡ് തോൽപ്പിക്കപ്പെട്ട എന്നാണ്. അപ്പൊ ഇതില് കില്ലിനോട് അടുത്ത് നിൽക്കുന്ന ഒരു അർത്ഥം എന്ന് പറയുന്നത് സ്ലെയിൻ ആണ് അല്ലെ, വധിക്കുക, കൊല്ലപ്പെടുക. അപ്പൊ കിൽഡിന്റെ പര്യായം അല്ലെങ്കിൽ സിനോണിം എന്ന് പറയുന്നത് സ്ലെയിൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. 87ാമത്തെ ചോദ്യമാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് അപ്രോപ്രിയേറ്റ് ജെറണ്ട്. ജെറണ്ട് അല്ലെ, ക്രിയയുടെ ING ഫോം ആണ് ജെറണ്ട് എന്ന് പറയുന്നത് അല്ലെ, ING ഫോം. ING ഫോം ഏതുണ്ടെന്ന് നോക്കിയാൽ തന്നെ ഈ ഓപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കുക, ഇവിടുത്തെ ഒരു സെന്റൻസ് ഇതാണ്. ഡു യു മൈൻഡ് ഡാഷ്, ആ ഡാഷ് ഷെയർ എന്നുള്ളതാണ് അവിടെ ചേർക്കേണ്ടത്. ഷെയറിന്റെ ജെറണ്ട് ആണ് ചേർക്കേണ്ടത്. ഡു യു മൈൻഡ് ഷെയർ സം പിക്ചേഴ്സ് ഓഫ് യുവർ ട്രിപ്പ് ഓൺ ഫേസ്ബുക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഷെയറിന്റെ ജെറണ്ട് ആണ്. ജെറണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്രിയയുടെ ING ഫോം ആണ്. അപ്പൊ ഷെയർ പ്ലസ് ING, ഷെയറിംഗ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഷെയറിംഗ് ഉണ്ട്, അതേപോലെ ഇവിടെയും ഷെയറിംഗ് ഉണ്ട്. അപ്പൊ ഈ 2 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വരേണ്ടത്. ഇപ്പൊ ടു ഷെയർ വരത്തില്ല, കാരണം നമുക്കറിയാലോ ജെറണ്ട് അല്ല. ജെറണ്ട് എന്ന് പറയണമെങ്കിൽ ക്രിയയും ING ഫോമും വരണം, ക്രിയയുടെ ING ഫോം വരണം അല്ലെ. അപ്പൊ ഷെയർ എന്ന് പറയുന്ന ക്രിയയുടെ ING ഫോമുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് B ആണ്, ഒന്ന് D ആണ്. ഇതിൽ ഏത് വരും എന്നുള്ളതാണ്. ഇനിയിപ്പോ നമുക്കറിയാം ഇതിൽ കറക്റ്റ് ആയിട്ട് ഇതിന്റെ പ്രയോഗം അറിയുന്നവർക്കറിയാം. ഡു യു മൈൻഡ് വന്നിട്ടുള്ളത് കൊണ്ട് അല്ലെ, മൈൻഡ് വന്നിട്ടുള്ളത് കൊണ്ടും എന്താണ് വരേണ്ടത്? ടു ഷെയറിംഗ് എന്നല്ല വരേണ്ട, ഷെയറിംഗ് എന്നാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് എന്ന് ആ പ്രയോഗം പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ 87ന്റെ ആൻസർ എന്ന് പറയുന്നത് ഷെയറിംഗ്, B ഓപ്ഷൻ ഷെയറിംഗ് ആണ്. ഡു യു മൈൻഡ് ഷെയറിംഗ് സം പിക്ചേഴ്സ് ഓഫ് യുവർ ട്രിപ്പ് ഓൺ ഫേസ്ബുക്ക് എന്നാണ് അല്ലെ. അടുത്ത 88ാമത്തെ ക്വസ്റ്റ്യൻ. സബ്സ്റ്റിറ്റ്യൂട്ട് the words underlined with suitable phrasal verb ആണ്. phrasal verbന്റെ യൂസേജ് ആണ് അടുത്ത് പറയുന്നത് അല്ലെ. എന്താണെന്ന് നോക്കുക. the director summoned me asked for an explanation അല്ലെ. the director summoned me and asked for an explanation എന്നാണ് സെന്റൻസ് വരുന്നത്. ദ ഡയറക്ടർ സമ്മൺ മീ ആൻഡ് ആസ്ക്ഡ് ഫോർ ആൻ എക്സ്പ്ലനേഷൻ അല്ലെ. ഇവിടെ സമ്മൺഡ് എന്ന വാക്ക്, അണ്ടർലൈൻ ചെയ്തുള്ള വാക്കിന്റെ ഫ്രൈസൽ വെർബിന്റെ ശരിയായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സമ്മൺഡ് ഇവിടെ എന്തൊക്കെയാ കൊടുത്തിരിക്കുന്നത് നോക്കുക. സെൻഡ് ഡൗൺ കൊടുത്തിട്ടുണ്ട്, സെൻഡ് ഫോർ കൊടുത്തിട്ടുണ്ട്, സെൻഡ് ഇൻ ഉണ്ട്, സെൻഡ് ഓൺ ഉണ്ട്. ഇവിടെ ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് എന്താണ്? സെൻഡ് ഫോർ എന്നുള്ളതാണ് അല്ലെ. സെൻഡ് ഫോർ എന്ന് പറഞ്ഞാൽ സമ്മൺഡ് തന്നെയാണ്. സെൻഡ് ഫോർ എന്ന് പറഞ്ഞാൽ സമ്മൺഡ് തന്നെയാണ്. വിളിച്ചു വരുത്തുക എന്നുള്ളതാണ് സമ്മൺഡ് അല്ലെ. ഇനി അടുത്തത് 89ാമത്തെ ക്വസ്റ്റ്യൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് സ്യൂട്ടബിൾ പ്രിപ്പോസിഷന്റെ യൂസേജ് ആണ്. ഹി ഫെൽറ്റ് നോ കോംസ് ഡാഷ് ബോറോവിങ് മണി ഫ്രം ഹിസ് ഫ്രണ്ട്സ് അല്ലെ. ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഒരു എന്താണ് പ്രിപ്പോസിഷൻ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ശരിക്കും വരുന്ന പ്രിപ്പോസിഷൻ എന്ന് വെച്ചാൽ ഹി ഫെൽ നോ കോംസ് അബൌട്ട് എന്നാണ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻ. എബൌട്ട് എന്നുള്ളതാണ് ഇവിടെ വരേണ്ട പ്രിപ്പോസിഷൻ. അപ്പൊ അതെങ്ങനെ വരും നോക്കാം. ഹി ഫെൽറ്റ് നോ കോംസ് അബൌട്ട് ബോറോവിങ് മണി ഫ്രം ഹിസ് ഫ്രണ്ട്സ് എന്നാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരേണ്ടത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത 90ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 90ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഗീവ് കറക്റ്റ് സ്പെല്ലിംഗ്. അപ്പൊ കറക്റ്റ് എന്നുള്ളത് നമ്മൾ വരച്ചിട്ടേക്ക്. കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദ അഡ്ജക്റ്റീവ് ദാറ്റ് മീൻസ് കെയർഫുൾ ഓർ ടേക്കിംഗ് ഗ്രേറ്റ് കെയർ അല്ലെ. കെയർഫുൾ ശ്രദ്ധയോടെ, ഓർ ടേക്കിംഗ് ഗ്രേറ്റ് കെയർ അല്ലെ, അതീവ ശ്രദ്ധയോടെ അല്ലെങ്കിൽ ശ്രദ്ധയോടെ എന്നുള്ളതാണ് ആ ഒരു മീനിങ് ആണ് വരേണ്ടത്. ആ ഒരു മീനിങ് ഉള്ള ഓപ്ഷൻ ഏതെന്നാണ് കൊടുത്തിട്ടുള്ളത്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കെയർഫുൾ അല്ലെങ്കിൽ ടേക്കിംഗ് ഗ്രേറ്റ് കെയർ എന്നുള്ളൊരു മീനിങ് വരേണ്ട
ഒരു പദം ഈ കൂട്ടത്തിലുണ്ട്, ഈ 4 അത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ശരിക്കും ഓപ്ഷൻ എ ആണ്. അങ്ങനെ ഒരു മീനിങ് ഉള്ളത് ഓപ്ഷൻ എയ്ക്കാണ്. എന്താണ്? കോൺഷ്യന്റിയസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് കെയർഫുൾ അല്ലെങ്കിൽ ടേക്കിംഗ് ഗ്രേറ്റ് കെയർ എന്ന് പറയുന്നത്. എന്തൊക്കെ മീനിങ് വരുന്നുണ്ട്? കോൺഷ്യന്റിയസിന് കെയർഫുൾ ഓർ ടേക്കിംഗ് ഗ്രേറ്റ് കെയർ, അതോടൊപ്പം തന്നെ സത്യസന്ധമായ മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കുന്ന എന്നൊക്കെയാണ് ഇതിന് മീനിങ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ടെലഗ്രാമിൽ വരിക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക്